പശ്ചിമേഷ്യ അതിശക്തമായ യുദ്ധത്തിന്റെ കാർമേഘങ്ങളാൽ മൂടിയിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ രണ്ട് എണ്ണ കപ്പലുകൾ പിടികൂടിയിരിക്കുകയാണ്. പേർഷ്യൻ കടലിൽ എണ്ണ കടത്തുകയാണ് ഈ രണ്ട് കപ്പലുകളും എന്ന പേരിലാണ് 3 മില്യൺ ലിറ്ററിലധികം ഡീസൽ വഹിക്കുന്ന രണ്ട് കപ്പലുകളെ ഇറാൻ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒമാൻ വഴി ട്രംപ് ഒരു കത്ത് ഖാംനെയ്ക്ക്, അതായത് ഇറാന്റെ പരമോന്നത നേതാവിന് നൽകിയിരുന്നു. ഈ കത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ ഇറാനെ ബോംബിടുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല, തിരിച്ചടിക്ക് സജ്ജമാണ് ഇറാൻ. ഭീഷണിയുടെ സ്വരങ്ങൾ ഒരിക്കലും ഇറാനോട് വേണ്ട, അതിനൊന്നും വഴങ്ങുന്ന രാഷ്ട്രമല്ല ഇറാൻ എന്നാണ് ഇപ്പോൾ അതിന് പ്രതികരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇസ്രയേലോ അമേരിക്കയോ ഇറാനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ 10 താവളങ്ങൾ, സൈനിക താവളങ്ങൾ ഞങ്ങളുടെ പരിസരങ്ങളിലാണ്, അത് നിരീക്ഷണത്തിന് വിധേയമാണ് എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ലക്ഷ്യമാക്കുമെന്നാണ് പറഞ്ഞതിനർത്ഥം. മാത്രമല്ല, അമേരിക്കയുടെ നാവിക സംവിധാനങ്ങൾ, വിമാനവാഹിനി കപ്പലുകൾ, ഇതെല്ലാം ഇറാൻ ലക്ഷ്യമിടുന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത കാര്യമാണ് 50,000-ത്തിലധികം സൈനികർ ഇപ്പോൾ അമേരിക്കയുടേത് ഞങ്ങളുടെ പരിസരങ്ങളിൽ മിഡിൽ ഈസ്റ്റിലുണ്ട്, ഇതെല്ലാം ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കുമെന്ന് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി ഹൂത്തികൾ അമേരിക്കയുടെ MQ-9 റീപ്പർ വീണ്ടും തകർത്തിരിക്കുകയാണ്. യമനിലെ ഹൂത്തികളെ നിരീക്ഷണം നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട $30 മില്യണിലധികം ചെലവ് വരുന്ന അതിശക്തമായ ഡ്രോണാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ഈ ഇനത്തിൽപ്പെട്ട 17ാമത്തെ ഡ്രോണാണ് ഹൂത്തികൾ തകർക്കുന്നത്. യഥാർത്ഥത്തിൽ അത്യാധുനിക സംവിധാനങ്ങളും സ്റ്റെൽത്ത് സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയ ഒരു ഡ്രോണാണ് MQ-9 റീപ്പർ എന്നറിയപ്പെടുന്നത്. ഇതിൽ നിന്നുള്ള 17ാമത്തെ ഡ്രോണിനെയും ഹൂത്തികൾ തകർത്തു എന്നത് അമേരിക്കക്ക് കുറച്ചൊന്നുമല്ല പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അമേരിക്കയോ ഇസ്രയേലോ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇറാൻ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഭൂഗർഭ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ലക്ഷ്യങ്ങളെ തകർക്കാൻ വേണ്ടി ഈ മിസൈലുകളെല്ലാം ലോഞ്ചറിൽ സജ്ജമായിരിക്കുന്നു എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്താൻ സാധ്യതയുള്ള ദ്വീപിലെ ഡീഗോഗാഷെ എന്നറിയപ്പെടുന്ന എയർബേസിന് നേരെ മുൻകൂർ ആക്രമണം നടത്തണമെന്ന് ഇറാനിലെ ഒരു വിഭാഗം സൈനികർ ആവശ്യപ്പെടുന്നു. എന്നാൽ അത് അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാനുള്ള നിയമപരമായ സാധ്യതകൾ ഉണ്ടാക്കുമെന്നതിനാൽ അത്തരമൊരു നീക്കം ആവശ്യമില്ല എന്നാണ് മറ്റൊരു വിഭാഗം അവകാശപ്പെടുന്നത്. ഇറാനെതിരെ ഭീഷണി സ്വരങ്ങൾ ഒരിക്കലും ഫലവത്തല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ യമനിലെ ഹൂത്തികൾക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്തി ഇറാനെ ഭീഷണിപ്പെടുത്താമെന്ന് കരുതിയിരുന്നെങ്കിലും അമേരിക്ക യമനിൽ നടത്തിയ ആക്രമണം തന്നെ പരാജയമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ ഹൂത്തികളുടെ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. അമേരിക്ക അവരുടെ മിസൈൽ സ്റ്റോറേജുകളും അവരുടെ സൈനിക കേന്ദ്രങ്ങളും എല്ലാം തകർത്തു എന്ന് നിരന്തരമായി അവകാശപ്പെടുമ്പോഴും അതേ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രയേലിനും അമേരിക്കയ്ക്ക് നേരെ മിസൈലുകൾ ഉയർന്നു വരുന്നു എന്നത് അമേരിക്കയുടെ ഈ ലക്ഷ്യങ്ങൾ, ഈ ആക്രമണങ്ങളെല്ലാം പരാജയമായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. MQ-9 റീപ്പറിനെ തകർക്കുന്നത് ഹൂത്തികളുടെ റഡാർ സംവിധാനം മുഖേനയാണ്. ഈ റഡാറുകൾ പോലും നശിപ്പിക്കാൻ അമേരിക്കയുടെ ആക്രമണത്തിന് കഴിഞ്ഞില്ല എന്നത് അമേരിക്ക ഈ യമനിൽ നടത്തിയ എല്ലാ സൈനിക നീക്കങ്ങളും പരാജയമാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാനെതിരെ എന്ത് നീക്കമായിരിക്കും അമേരിക്കക്ക് നടത്താനുള്ളത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ്. ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ അമേരിക്കക്ക് ട്രില്യൺ കണക്കിന് ഡോളറുകൾ തന്നെയായിരിക്കും മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ തിരിച്ചടിയിൽ നഷ്ടപ്പെടുക. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളൊക്കെ അടക്കമുള്ള കപ്പൽ വ്യൂഹങ്ങളെ ഇറാൻ ആക്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ രൂപത്തിലുള്ള ആക്രമണത്തിന് തന്നെ ഇപ്പോൾ ഇറാനും സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ട്രംപുമായുള്ള ഒരു ചർച്ചക്കും തയ്യാറല്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്.